പുതിയ രാഷ്ട്രീയ നീക്കവുമായി ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഞായറാഴ്ച മൂന്നാറിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്ത രാജേന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിലാണ് പൊങ്ങിയിരിക്കുന്നത്. അവിടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. BJP-യിലേക്ക് ഇല്ലെന്ന് രാജേന്ദ്രൻ ആവർത്തിക്കുമ്പോഴും ഈ കൂടിക്കാഴ്ചയുടെ അർത്ഥതലങ്ങൾ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയുള്ള കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ആൾ കൂടിയാണ്. ഒരു മണിക്കൂറോളമാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഏതെങ്കിലും ഒരു വ്യക്തിപരമായ സൗഹൃദമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യമായിട്ടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വിവിധ പാർട്ടികളിലെ നേതാക്കളെ BJP-യിലേക്ക് എത്തിക്കുന്ന ഒരു മുൻകൈയെടുത്ത് എത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പ്രകാശ് ജാവദേക്കർ. ഏതായാലും BJP-യിലേക്ക് പോകുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP ദേശീയ നേതാവും കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലാണ് ചർച്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എസ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തി BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. CPM-ആയുള്ള അകൽച്ച അവസാനിപ്പിച്ച ആയിരുന്നു ഈ ഞായറാഴ്ച LDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു. ഏതായാലും LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തിരുന്നുവെന്നും എസ് രാജേന്ദ്രൻ അറിയിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിലെത്തി രാജേന്ദ്രനെ അനുനയിപ്പിച്ച രാജേന്ദ്രൻ ഈ LDF-ന്റെ കൺവെൻഷനിൽ പങ്കെടുത്തത്. ഏതായാലും BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ രാജേന്ദ്രൻ പ്രതികരിച്ചത് BJP-യിലേക്ക് പോകില്ല, ഈ വാർത്തയെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാജേന്ദ്രൻ നമ്മളോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ BJP നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്നും രാജേന്ദ്രൻ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടതായിരുന്നു. തുടർന്നായിരുന്നു MM മണി, CV വർഗീസ് അടക്കമുള്ള ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രാജേന്ദ്രൻ വീട്ടിലെത്തുകയും രാജേന്ദ്രനായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ അടിസ്ഥാനത്തിൽ തന്നെ രാജേന്ദ്രൻ ഈ LDF കൺവെൻഷനിൽ പങ്കെടുത്തു. പിന്നീട് തന്റെ മെമ്പർഷിപ്പ് പുതുക്കും എന്ന് തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ കൃത്യമായ ഒരു മറുപടി ഈ മെമ്പർഷിപ്പ് പുതുക്കുമായി ബന്ധപ്പെട്ട രാജേന്ദ്രൻ ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CV വർഗീസ്, എസ് രാജേന്ദ്രൻ ഞായറാഴ്ച കൺവെൻഷനിൽ പങ്കെടുത്തു, BJP-യിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി. പക്ഷേ അപ്പോഴും അദ്ദേഹം തന്റെ പാർട്ടി അംഗത്വം പുതുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലെത്തി പ്രകാശ് ജാവദേക്കറെ കണ്ടത് കേവലം ഈ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിപ്പോ ഒരാൾ ഡൽഹി പോകാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഡൽഹിയിൽ പോകേണ്ട കുഴപ്പം അദ്ദേഹത്തെ അതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും? ഇപ്പൊ ഒരാള് എക്സ്പെരിമെന്റ് ഒക്കെ അല്ലേ, അവിടെ ഒരു കാര്യങ്ങൾ വന്നാൽ അത് പോകാൻ ആവശ്യമാണ്. ഒരാളെ ഇവിടെ പോകുന്നു എന്നൊന്നും പ്രശ്നമില്ല. അവരുടെ നിലപാടിന്റെ അല്ലേ അടിസ്ഥാനമുള്ളൂ. നിലപാടുകൾ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേരം നോക്കാം. ഊഹാഭോഗത്തിന് പുറകെ പോകുന്ന പാർട്ടി അല്ലല്ലോ CPM. ഒരു ഊഹാഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കേണ്ട ഒരു കാര്യമില്ല. വരട്ടെ, വരുമ്പോൾ അനുസരിച്ചുള്ള നിലപാടെടുക്കാം, അന്നേരം പറയാം. പക്ഷേ പ്രകാശ് ജാവദേക്കർ ഈ കേരളത്തിന്റെ ചുമതലയുള്ള BJP-യുടെ ഒരു പ്രഭാരിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിലൊരു രാഷ്ട്രീയ മാനം നമ്മൾ കാണേണ്ടതല്ലേ? പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള BJP-യുടെ ഒരു പ്രഭാരിയാണ്. അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിലൊരു രാഷ്ട്രീയ മാനം നമ്മൾ കാണേണ്ടതല്ലേ? ഇതിലുണ്ടെങ്കിൽ രാഷ്ട്രീയ മാനം ഉണ്ടാവണമെങ്കിൽ ഒരാൾ രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോഴാണ്. ആ രാഷ്ട്രീയ നിലപാട് അയാൾ ആവർത്തിച്ച് BJP-യിലേക്ക് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ അവിടെ പോയി ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു സ്ഥലത്ത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊഹാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പോകണ്ട. അയാൾ ഇപ്പോഴും BJP-യിലേക്ക് ഇല്ല എന്ന് ഡൽഹിയിൽ മാധ്യമങ്ങൾ കണ്ടപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറമായി എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേരം നോക്കാം. എന്തിനും ഊഹാബോധത്തിന് പിന്നാലെ പായേണ്ട ഒരു ആവശ്യവും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് പറയും. ഓക്കെ, ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിലേക്ക് പോകേണ്ട. പക്ഷേ ഈ രാജേന്ദ്രന് എന്താണ് ഈ ശരിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന തടസ്സം? ഏതെങ്കിലും നേതാക്കൾ അദ്ദേഹത്തിന് മുന്നിൽ വാതിലടച്ച് നിൽക്കുന്നുണ്ടോ? ഈ പാർട്ടിക്ക് ആർക്കും ആരുടെയും വാതിലടച്ച് നിൽക്കുക, ആരുടെ വ്യക്തിഗത ഒരു പാർട്ടിയല്ലോ CPM. CPM ഒരു വ്യക്തിഗതമായ പാർട്ടിയല്ല. പാർട്ടി കൂടുതൽ ആലോചനയും ചർച്ചയുടെയും കൂട്ടായ നേതൃത്വമാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരാൾ പ്രത്യേകിച്ച് വാതിലടയ്ക്കാനോ ഒരാൾ വാതിൽ തുറക്കാനോ ഒക്കെയുള്ള
ഒരു തത്വശാസ്ത്രവും പ്രത്യശാസ്ത്രവും സംഘടനാപരമായ നിലപാടുള്ള പാർട്ടിയല്ല CPM. അതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശത്തിന് തന്നെ അടിസ്ഥാനമില്ല. അപ്പോൾ ഇങ്ങനെ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു അസ്വാഭാവികമില്ല. CPM-ലെ ഏതൊരു നേതാവിനും ഇതുപോലെയുള്ള നീക്കങ്ങൾ നടത്താമെന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാള് രാജേന്ദ്രൻ പോയ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞോ? അയാൾ BJP ചേർന്ന് പറഞ്ഞോ? ഇല്ല, അദ്ദേഹം ഇപ്പോഴും BJP-ലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നെ എന്നാ അതിനത്ര അറിയുള്ളൂ. അപ്പുറം മറ്റൊരു മാനം കൊടുക്കുന്നതിനാ വരട്ടെ, വരുമ്പോൾ നോക്കാം. ശരി, ശ്രീ CB വർഗീസ്, ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് ഇല്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. രാജേന്ദ്രന്റെ തീരുമാനം വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ബിനീഷ് ആന്റണി തുടരുന്നുണ്ട്. ബിനീഷ്, ഇപ്പോൾ CPM അങ്ങനെ ഒരു ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും രാജേന്ദ്രന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് വരട്ടെ എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CB വർഗീസ്. യഥാർത്ഥത്തിൽ ഇടുക്കിയിൽ ഇപ്പോൾ CPM-നകത്ത് എന്താണ് സംഭവിക്കുന്നത്? രാജേന്ദ്രന്റെ പാർട്ടിയിലേക്കുള്ള വരവിന് ഏതെങ്കിലും നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? മുൻപ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയാൻ മുൻപ് ഈ ദേവികുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻ സഹകരിച്ചില്ലെന്നും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് തന്നെയായിരുന്നു ഈ CPM ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായത്. ഏതായാലും CPM രാജേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ CPM-ന്റെ പ്രതിനിധികൾ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു രാജേന്ദ്രനെതിരെ നടപടിയെടുത്ത് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ചെയ്തത്. ഏതായാലും സസ്പെൻഷൻ കാലാവധി അവസാനിച്ച ശേഷം രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ്, തനിക്ക് മനസ്സമാധാനമായി താൻ വീട്ടിലിരുന്നോ താൻ പോകുന്നില്ല എന്നൊരു മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തന്നെയാണ് പാർട്ടി നേതാക്കൾ ഇവിടെ എത്തിയതും. അപ്പോൾ രാജേന്ദ്രന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇതുവരെയും പാർട്ടി തന്റെ കാര്യങ്ങൾ ഒന്നും ചോദിച്ചറിഞ്ഞില്ല. തനിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം പോലും അത് കേൾക്കാൻ പോലും പാർട്ടി വിസമ്മതിച്ചു. ഇപ്പോൾ ഇലക്ഷൻ അടുത്തതോടെയാണ് ഇപ്പോൾ മെമ്പർഷിപ്പ് പുതുക്കാനായി പാർട്ടി നേതാക്കളടക്കം ഇപ്പോൾ തന്റെ വീട്ടിൽ വരുന്നത്. ഇതിനു മുൻപൊന്നും നേതാക്കൾ തന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ പോലും വന്നിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണങ്ങളെല്ലാം തന്നെ രാജേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. പിന്നീടായിരുന്നു ഈ LDF കൺവെൻഷന് മുന്നോടിയായി MM മണി, അതോടൊപ്പം തന്നെ CB വർഗീസ് തുടങ്ങിയ ജില്ലയിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ഈ രാജേന്ദ്രനെ സമീപിച്ചു. പിന്നീട് ഈ LDF കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. ഇതേ തുടർന്നായിരുന്നു രാജേന്ദ്രൻ LDF കൺവെൻഷനിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ പാർട്ടി മെമ്പർഷിപ്പും പുതുക്കാമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യങ്ങളും രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ രാജേന്ദ്രൻ ഈ BJP നേതാവുമായി ഡൽഹിയിൽ 1 മണിക്കൂറോളം ഒരു കൂടിക്കാഴ്ച നടത്തിയത്. തീർച്ചയായും രാജേന്ദ്രൻ പറയുന്നത് BJP-യിൽ പോകില്ല, ഈ വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് പറയുമ്പോഴും BJP നേതാവുമായി 1 മണിക്കൂറോളം ഈ ചർച്ച നടത്തുമ്പോൾ അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏതായാലും രാജേന്ദ്രൻ തോട്ടം മേഖലയിൽ നല്ലൊരു നേതാവ് കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ മൂന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് 3 ടൈമാണ് നിയമസഭാ മണ്ഡലത്തിൽ MLA ആയി വിജയിച്ച് പോന്നിരുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ രാജേന്ദ്രൻ ഇത്തരത്തിൽ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ അത് CPM-നെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ രാജേന്ദ്രൻ ഈ BJP സ്ഥാനാർത്ഥിയെ BJP നേതാവിനെ കണ്ടതോടെ ഈ പാർട്ടിക്ക് ഇപ്പോൾ ഈ CPM-ന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുള്ള കാരണം ആർക്ക് വേണമെങ്കിലും പാർട്ടി കാണാമല്ലോ എന്നുള്ളൊരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. ഏതായാലും രാജേന്ദ്രൻ അത്തരത്തിൽ ഒരു CPM-ൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടായെങ്കിൽ തന്നെ അത് CPM-നെ വലിയൊരു തിരിച്ചടിയിലേക്ക് എത്തിയേക്കാം. ഇലക്ഷൻ കൂടിയാണ്, അതുകൊണ്ട് ആ ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഏതായാലും രാജേന്ദ്രൻ പ്രതികരിച്ചത് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് തന്റെ ഒരു കടമ കൂടിയാണ് ഈ ഇലക്ഷൻ പ്രമാണിച്ച് ജോയ്സ് ജോർജിന് വേണ്ടി പ്രവർത്തിച്ച് വിജയിപ്പിക്കാനുള്ള തന്റെ ഒരു ബാധ്യത കൂടിയുണ്ട്. പാർട്ടി തനിക്ക് പ്രിയപ്പെട്ടതാണ്, പാർട്ടിയെ ഒരിക്കലും ചതിക്കില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ BJP നേതാവുമായുള്ള കൂടിക്കാഴ്ച ഈ ആളുകളെയും ജനങ്ങളെയും അതോടൊപ്പം തന്നെ CPM നേതാക്കളെയും വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. ഗിരീഷ്. ശരി ബിനീഷ്, പുതിയ രാഷ്ട്രീയ നീക്കവുമായി മുൻ MLA S രാജേന്ദ്രൻ ഡൽഹിയിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള BJP-യുടെ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്നാൽ ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകാനില്ലെന്നാണ് CPM-ന്റെ ഔദ്യോഗിക പ്രതികരണം. S രാജേന്ദ്രൻ ഔദ്യോഗികമായി തന്നെ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ് വ്യക്തമാക്കുന്നു.